നിങ്ങൾക്ക് വേണ്ട എല്ലാം ഒരു കുടക്കീഴിൽ ഒരുക്കിയിരിക്കുന്നു. ജനത ഫാമിലി ബസാർ, കോൺവെന്റിന് മുൻവശം, ജനത ജ്വല്ലറി ബിൽഡിംഗ്, ചേലക്കര. പാമ്പാടി സൂപ്പർ സ്റ്റാർ ഡിസ്റ്റിലേഴ്സിന്റെ പ്രവർത്തനം നിലച്ചിട്ട് ആഴ്ചകളാകുന്നു. മുന്നറിയിപ്പില്ലാതെ ഉൽപാദനം നിർത്തിവെച്ച് തൊഴിലാളികളെ പട്ടിണിയിലേക്ക് തള്ളിവിടുന്ന മാനേജ്മെന്റിന്റെ കെടുകാര്യസ്ഥതയ്ക്കെതിരെ പ്രതിഷേധം ശക്തമാകുന്നു. കഴിഞ്ഞ മാസം 22-നാണ് പാമ്പാടി സൂപ്പർ സ്റ്റാർ ഡിസ്റ്റിലറിയിൽ കമ്പനി ലേ ഓഫ് പ്രഖ്യാപിച്ചത്. ലൈസൻസ് പുതുക്കുന്നതിനുള്ള സാമ്പത്തിക ബുദ്ധിമുട്ടാണ് ലേ ഓഫിലേക്ക് എത്തിച്ചതെന്ന് പറയപ്പെടുന്നു. ഡിസ്റ്റിലറിയിൽ CITU-വിന്റെയും BMS-ന്റെയും സംഘടനയിൽപ്പെട്ട കോൺട്രാക്ട് വർക്കേഴ്സാണ് ഉള്ളത്. ആകെ 287 പേർ. അതിൽ 13 പേർ പുരുഷന്മാരാണ്. ബാക്കിയുള്ളവർ സ്ത്രീകളും. സംസ്ഥാനത്ത് തന്നെ ഏറ്റവും മികച്ചതായി പ്രവർത്തിക്കുന്ന സ്ഥാപനമായ പാമ്പാടി ഡിസ്റ്റിലറിയിൽ ഉൽപാദനവും ഏറെ ഉണ്ടായിരുന്നതായി ചൂണ്ടിക്കാണിക്കപ്പെടുന്നുണ്ട്. ഇങ്ങനെയിരിക്കെ സാമ്പത്തിക പ്രതിസന്ധിയുണ്ടാക്കുന്ന കമ്പനികളുടെ പരാമർശം അടിസ്ഥാനരഹിതമാണെന്നും പറയുന്നുണ്ട്. കമ്പനിയിലെ ലേ ഓഫ് മൂലം നിരവധി വനിതകളാണ് തൊഴിൽ നഷ്ടമായി ദുരിതത്തിലായിരിക്കുന്നത്. റംസാനും വിഷുവുമെല്ലാം ഇവർക്ക് ആഘോഷങ്ങൾക്ക് പകരം ആകുലതകളുടെ ദിനങ്ങളായി മാറിക്കഴിഞ്ഞിരിക്കുകയാണ്. തിരുവില്ലാമല പാമ്പാടി സൂപ്പർ സ്റ്റാർ ഡിസ്റ്റിലറി ബ്രൂവറി ആൻഡ് എംപ്ലോയീസ് CITU യൂണിയൻ സെക്രട്ടറി ശ്രീമതി TC സംസാരിക്കുന്നു. 2022 മെയ്യിൽ ഞങ്ങൾ 22 ദിവസം സമരത്തിന് നിന്നിട്ടാണ് മിനിമം വേതനം പ്രഖ്യാപിച്ചിട്ട് കൂടിയും ഞങ്ങൾക്ക് തരാതെ സമരത്തിനിന്നാണ് ഞങ്ങൾ നേടിയെടുത്തത്. മിനിമം വേതനം വന്നപ്പോൾ ഉണ്ടായത് എന്താ വെച്ചാൽ ഞങ്ങൾക്ക് വർക്കിംഗ് ഡേയ്സ് കുറഞ്ഞു, വർക്കില്ലാതെയായി. അതിലുപരി ഇപ്പോൾ ഈ 22-ന് മാർച്ച് 22-ന് കമ്പനി ഒരു കാരണം കൂടാതെ അടച്ചിടുകയാണ് ചെയ്തത്. സാമ്പത്തിക ബുദ്ധിമുട്ടാണ് കമ്പനി പറയുന്നത്. അതുപോലെ പട്ടിണിയിലാണ് തൊഴിലാളികൾ. അവരുടെ വിഷമം കാണുമ്പോൾ എന്താണ് എങ്ങനെയാണ് ഇനി കൂടുതൽ കാര്യങ്ങളിലേക്ക് നീങ്ങേണ്ടതെന്ന് അറിയില്ല. മാനേജ്മെൻറ്റിൻ്റെ ഭാഗത്തു നിന്നുള്ള വീഴ്ചയാണത്. സാമ്പത്തിക ബുദ്ധിമുട്ടാണ് എപ്പോഴും പറയുന്നത്. ഗവൺമെൻറ്റിക്ക് ഞങ്ങൾ ലെറ്റർ കൊടുക്കുകയും മിനിസ്റ്ററെ കാണുകയും എല്ലാം ചെയ്തിട്ടുണ്ട്. ഇനി എന്താണ് തുടർന്ന് ചെയ്യേണ്ടതെന്ന് അറിയാത്തൊരു വല്ലാത്തൊരു ഘട്ടത്തിലാണ് ഞങ്ങൾ സൂപ്പർ സ്റ്റാർ ഡിസ്റ്റിലറിയിലെ തൊഴിലാളികൾ. ഞങ്ങളോട് കനിവുണ്ടാവണമെന്നാണ് എനിക്ക് അപേക്ഷിക്കാനുള്ളത്. അതുപോലെ തന്നെ ടേൺ ഓവർ ടാക്സ് സമരം പിടിച്ചപ്പോൾ ടേൺ ഓവർ ടാക്സ് കൂടിയതായതുകൊണ്ടാണ് ഞങ്ങൾ കമ്പനി ഇങ്ങനെ പോകണമെന്ന് പറഞ്ഞിട്ടാണ് ഞങ്ങൾക്ക് തരാതിരുന്നത്. അപ്പോൾ ഞങ്ങളത് കുറയ്ക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഞങ്ങൾക്ക് മിനിസ്റ്റർക്ക് കത്തയക്കുകയും അതിൻ്റെ മുമ്പിൽ ഞങ്ങളത് നേടിയെടുക്കുകയും ചെയ്തു. അത് ഞങ്ങളത് കുറച്ച് കൊടുക്കാനുള്ള ഒരു നേതാക്കന്മാരെ ഇടപെട്ടുകൊണ്ട് കാര്യങ്ങൾ നീക്കുകയും ചെയ്തിട്ടുണ്ട്. ടേൺ ഓവർ ടാക്സ് കുറച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിനുപരി എങ്ങനെയാണ് ഞങ്ങൾ കാര്യങ്ങൾ നേരിടേണ്ടതെന്ന് എനിക്ക് അറിയുന്നില്ല. എന്തായാലും ഞങ്ങൾ തൊഴിലാളികൾ പട്ടിണിയിലാണ്. പെട്ടെന്ന് പോയാലൊന്നും ഒരു സ്ഥാപനത്തിൽ ജോലി കിട്ടില്ല. അപ്പോൾ ഈ റംസാൻ സമയത്ത്, ഈ വിഷു സമയത്ത് ഇങ്ങനെ തൊഴിലാളികളെ ബുദ്ധിമുട്ടിക്കണമെങ്കിൽ ഒരുപാട് വേദന ഉണ്ട്. ഞങ്ങളുടെ സങ്കടം മനസ്സിലാക്കണം. മാനേജ്മെൻറ്റിൻ്റെ ഭാഗത്തുനിന്നും അതുപോലെ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്നും ഞങ്ങളുടെ വേദന മനസ്സിലാക്കണമെന്നാണ് എനിക്ക്. യൂണിയന്റെ നേതൃത്വത്തിൽ ഡിസ്റ്റിലറി മാനേജ്മെന്റിന്റെ വിവിധങ്ങളായ തൊഴിലാളി വിരുദ്ധ പ്രവർത്തനങ്ങളിൽ ബന്ധപ്പെട്ട അധികൃതർക്ക് പരാതികൾ നൽകിയിരുന്നതായും അവർ അറിയിച്ചു. PF, ESI തുടങ്ങിയ വിഷയങ്ങളിലും തൊഴിലാളികൾക്ക് ആവശ്യമായ ശമ്പളം യഥാസമയം വിതരണം ചെയ്യുന്നതിന് എതിരായും പരാതികൾ യൂണിയൻ മുഖേന നൽകിയിരുന്നതായും രേഖകൾ സഹിതം അവർ വ്യക്തമാക്കി. 300ഓളം തൊഴിലാളികൾ ജോലി ചെയ്യുന്ന ഒരു സ്ഥാപനമാണ്. കേരളത്തിലെ ഏറ്റവും നല്ല സ്ഥാപനമാണ് സൂപ്പർ സ്റ്റാർ ഡിസ്റ്റിലറി. അവിടുത്തെ പ്രൊഡക്ഷൻ എടുക്കുന്ന എല്ലാ പ്രൊഡക്ഷനും വിറ്റഴിയുന്നുണ്ട്. പക്ഷേ കമ്പനിക്ക് എന്നും സാമ്പത്തിക ബുദ്ധിമുട്ട് പറഞ്ഞുകൊണ്ടാണ് കമ്പനി ലേ ഓഫ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഞങ്ങൾ ഈ കുടുംബങ്ങൾ നല്ലോണം ദുരിതത്തിലാണ്. വിധവകളായ കുട്ടികളുണ്ട്, കുട്ടികളെ പഠിപ്പിക്കാൻ ബുദ്ധിമുട്ടുന്ന ഒത്തിരി തൊഴിലാളികളുണ്ട്. അവരുടെ വിഷമങ്ങൾ അവർ ഓരോ ദിവസം വിളിച്ച് ചോദിക്കുകയാണ് എന്താണ് തുറക്ക ചേച്ചി എന്നൊക്കെ. എനിക്കൊന്നും പറയാൻ പറ്റാത്ത ഒരു അവസ്ഥയിലാണ് ഇരിക്കുന്നത്. അപ്പോൾ ഞാൻ ഇതിനെ സംബന്ധിച്ചുകൊണ്ട് DLOയ്ക്ക് കത്ത് കൊടുക്കണ്ടായി. CCV ന്യൂസ്, തിരുവില്ലാമല.